ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ബക്ര റൂഷിൻ്റെ ഏറ്റവും നല്ല ക്ലോണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, അർമ ഫൺടോൾഡ്. ഇതിൻ്റെ ഇത് രണ്ടും എത്രത്തോളം സിമിലറാണ്, ഇതിന് പകരം ഇതാവുമോ, ഇത് എത്രത്തോളം സിമിലറാണ്, എയറിൽ എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, ലോങ്ജിവിറ്റി പ്രോജക്റ്റ്, ഈ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഒന്ന് അടിക്കട്ടെ. ഞാൻ മാജിക്കാണ്. ഈ പെർഫ്യൂം ഇപ്പോൾ പുതിയത് വാങ്ങിച്ചതേ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ജ്യൂസ് ഏതാണ്ട് 50% തീർന്നിരിക്കുന്നു. എൻ്റെ കട കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക ഗ്രൂമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അടിച്ചിട്ടുള്ള പെർഫ്യൂം ഇതാണ്. അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ പ്രൊജക്ഷൻ ഇക്കാടെ അടുത്തേക്ക് ഫോട്ടോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ടുള്ള പ്രൊജക്ഷൻ ഈ പെർഫ്യൂം ഉണ്ടായിരുന്നു കേട്ടോ. AC എൻവറോൺമെൻ്റ് ആയിരുന്നു. ബട്ട് നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ഉച്ചക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 4:30-5:00 ചെല്ലുമ്പോൾ നമുക്ക് കടത്തേക്ക് സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോൾ നല്ല പ്രൊജക്ഷനുള്ള പെർഫ്യൂമായിരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സിമിലറാണെന്ന് നോക്കട്ടെ. ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ സ്കിന്നിൽ. പക്ഷെ ബക്രാത്ത് റൂഷിൽ ഒരു ലെയറും കൂടി ഉള്ളിലേക്ക് ഡെപ്ത് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പിടി തരുന്നില്ല അത് എന്ത് സെൻറ്റ് പ്രൊഫൈലാണ്, സ്വീറ്റ്നെസ് ആണോ അതോ സ്വീറ്റ്നെസ് ആണ്. പക്ഷേ സ്വീറ്റ്നെസ്സിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പിടി തരാത്തൊരു സെൻറ്റ് പ്രൊഫൈൽ. ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ പെട്ടെന്ന് തന്നെ മൂക്കിലേക്ക് അടിച്ച് വരുന്നുണ്ട്. രണ്ടും ഒരു ഒറിജിനലായിട്ട് ഒരു 90-95% ആ ഒരു ഇടയിൽ ഇത് സിമിലറാണ്. പക്ഷെ എയറിൽ ബക്രാത്ത് റൂഷും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കിട്ടാം. എയറിൽ ബക്രാത്ത് റൂഷ് ഒരു ഫ്രഞ്ച് പ്ലസ് അറബിക്ക് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കും ബക്രാത്ത്. പക്ഷേ ഇതുണ്ടല്ലോ, അത് ക്ലബ് ഡെ നൂയി അൺടോൾഡ്, അത് എയറിൽ കുറച്ചും കൂടി ഒരു അറബിക്കായിട്ട് ടോൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഭംഗിയാണ്, അത് ഒരു നിലക്കും പ്രശ്നങ്ങളൊന്നുമല്ല. അത് ആ പറഞ്ഞ കാര്യം ശരിയാണ്. ഇത് ഫ്രഞ്ച് പെർഫ്യൂമറുടെയും അതേപോലെ അറബിക് പെർഫ്യൂമറുടെയും നടുവിലാണ് ബക്രാത്ത് റൂഷ് എയറിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അൺടോൾഡ് അതൊരു അറബിക്കിലേക്ക് കൂടുതൽ അറബിക്കിലേക്ക് കൂടുതൽ ഒന്ന് ചൈന രൂപത്തിൽ മാറുന്നുണ്ട്. ഇതിൻ്റെ മിഡിൽ നോട്ടും ഡ്രൈ ഡൗണൊക്കെ വന്നു കഴിഞ്ഞാൽ ബക്രാത്ത് റൂഷ് ഒരു പ്രത്യേക ഫീലായിട്ട് മാറും. ഇതങ്ങനത്തെ അല്ല. ഇത് ലീനിയറായിട്ട് ഇപ്പോൾ കിട്ടുന്ന സ്മെല്ലില്ല. നമുക്ക് ഓപ്പണിങ്ങിലേക്ക് കിട്ടുന്ന സ്മെല്ല് കുറച്ച് ഡ്രൈ ഡൗണിക്ക് ചാടിയ സ്മെല്ല്, കുറച്ച് മിഡിൽ നോട്ടിക്ക് ചാടിയ സ്മെല്ലാണ്. ഇത് നല്ല രസമുള്ള സ്മെല്ലാണ്. പക്ഷേ ഒരു 90% ആളുകൾക്കൊന്നും മനസ്സിലാവില്ല ഇത് ബക്രാത്താണോ അൺടോൾഡ് ആണോ എന്നുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇത്. കാരണം എയറിന് ബക്രാത്ത് റൂഷ് സ്നിഫ് ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വ്യത്യാസമുണ്ട് എന്നുള്ളത്. പക്ഷെ ബക്രാത്ത് റൂഷിന് പകരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ 5-6-7-8 അടി അടിക്കണം ഒപ്പം പിടിക്കാൻ. പിന്നെ ഇത് നമുക്ക് ഫീലാക്കൂലേ, നമുക്കിത് ഒരു ഇറിറ്റേഷനൊന്നും ഇല്ലാത്ത സ്മെല്ലാണ്. ഈ അൺടോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിന്തറ്റിക്കായിട്ട് അവർ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഡിഫറൻസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതും വേണം പറയാൻ. പക്ഷേ ആ ഒരു ബഡ്ജറ്റിൽ ബക്രാത്ത് റൂഷിനെ ഏറ്റവും നല്ല ആക്യുറേറ്റ് ആയിട്ടൊരു ഡെപ്പിക്ഷൻ ചെയ്തിട്ടുള്ളത് 4000 ബഡ്ജറ്റിൽ അത് ക്ലബ് ഡെ നൂയി അൺടോൾഡ് തന്നെയാണ്. ഒറിജിനൽ വാങ്ങിക്കാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ വാങ്ങിച്ചോളി, അത് വേറൊരു ഫീലാണ്. പക്ഷേ ബഡ്ജറ്റില്ല. പക്ഷേ ബക്രാത്ത് റൂഷിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ, ഫ്രാഗ്രൻസ് ഇഷ്ടമാണ്, ആ ഒരു റെസ്പോൺസ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു റെക്കഗ്നിഷൻ കാര്യങ്ങളൊക്കെ ഇതിന് സെയിം ആയിട്ട് കിട്ടും. ഹെവൻലി ഫ്രാഗ്രൻസ് ആളുകൾ പറയുന്ന ഒരു സെൻറ്റ് പ്രൊഫൈൽ തന്നെയാണ് ഇതിന് അൺടോൾഡിനുള്ളത്. സ്മൂത്തായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്മൂത്ത്നെസ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്മൂത്ത്നെസ് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മൂക്കിൽ കടിച്ച് കയറുക അല്ലെങ്കിൽ അലോസർ ഉണ്ടാക്കുന്ന ഒരു സെൻറ്റ് പ്രൊഫൈലൊന്നുമല്ല. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ചെറിയൊരു ആൽക്കഹോളിൻ്റെ ഇതുണ്ട്. എനിക്ക് 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സെൻറ്റ് പ്രൊഫൈലിലേക്ക് മാറി വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാട പരിപാടിക്ക് ഒരു 3-4 മണിക്കൂറോളം AC എൻവറോൺമെൻറ്റിലാണെങ്കിൽ നമ്മുടെ ചുറ്റും വരുന്ന ആളുകൾക്ക് എന്തായാലും അവരുടെ മൂക്കിൽ കിട്ടുന്ന ഒരു സെൻറ്റ് പ്രൊഫൈൽ, ഒരു സെൻറ്റ് ബബിൾ ഉണ്ട്. പിന്നെ ഒരു 5-8 മണിക്കൂറോളം 9 മണിക്കൂറോളം ഇത് ലാസ്റ്റിങ്ങും ഉണ്ട്, കുഴപ്പമില്ലാത്ത ലാസ്റ്റിംഗ് ഉണ്ട്. തണുത്ത കണ്ടീഷനിലാണെങ്കിൽ, തണവുള്ള എയർ കണ്ടീഷൻ്റെ സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ലാസ്റ്റിംഗ് ഉണ്ട്. ഈ അൺടോൾഡ് അടിച്ചു കഴിഞ്ഞാൽ
അപ്പം എൻ്റെ സ്കിന്നിൽ ഇവിടെ ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ മുന്നേ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സെക്കൻഡ് ടേക്ക് വീഡിയോയാണ്. അതാണ് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ചില അർമ പെർഫ്യൂംസിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇറിറ്റേഷൻ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല. ഏതായാലും ഒരു വെയിലത്തൊക്കെ ഞാനൊന്ന് യാത്ര ചെയ്തു. അതിന് ശേഷം ഇവിടെ കയ്യൊക്കെ ഒന്ന് കറുത്തുപോയി. പിന്നെ അതിന് ശേഷം പെർഫ്യൂമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാനിവിടെ അടിച്ചിട്ടില്ല. ഇതിപ്പോൾ അറിയാണ്ട് അടിച്ചു പോയതാണ്. അങ്ങനെ അപ്പോൾ എന്നാൽ ബക്കറാത്തൂഷിൻ്റെ ഏരിയയിൽ ഇതൊന്നുമില്ല. അതൊന്നും പ്രശ്നമല്ല. ഇത് ആ ചില അറബിക് പെർഫ്യൂംസ് അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബിൻഷേഖ് അടിച്ചാലൊക്കെ ഉണ്ട്. ഇന്നലെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ അടിച്ചത്, അവിടെ പൊള്ളിയിട്ട് എന്തോ കണക്കണായിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ചില അറബിക് പെർഫ്യൂംസിനാണ്ട് വെറുത്തു പോവും, ഒരുതരം പ്രാന്ത് വരും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ പറഞ്ഞ അത് ചില പെർഫ്യൂംസ് എൻ്റെ സ്കിന്നിൽ കംപ്ലൈൻ്റ് ആവും. ചിലർക്ക് ഇത് ഉണ്ടായിന് വരില്ല. എൻ്റെ കാക്കും തനിയും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഇൻഷാ അല്ലാഹ് ലോങ് ഡ്യൂട്ടി പ്രൊജക്ഷനൊക്കെ അടിപൊളിയാണ്. ബക്കറാത്തൂഷിനായിട്ട് ഒപ്പം നിൽക്കുന്ന സെൻ പ്രൊഫൈലാണ്. പക്ഷേ ബക്കറാത്തൂഷ് ഇതിന് പകരാവ് ചോദിച്ചാലല്ല. ബക്കറാത്തൂഷിൽ എയറിൽ അതൊരു മാജിക്കാണ്. എയറിൽ ആ വിഫ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു സ്നിഫ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ സ്നിഫിൽ മാജിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനൊക്കെ അതൊക്കെ മിസ്സിങ് ആണ്. പക്ഷേ ബക്കറാത്തൂഷിൻ്റെ സെൻ പ്രൊഫൈൽ ഇഷ്ടമുള്ള ആളുകൾക്ക്, ബക്കറാത്തൂഷ് എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂം അതിന് പകരക്കാരൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.